കല്യാണി, നീ പതുക്കെ ഈ റൂമിന്റെ പുറത്തിറങ്ങി ജയന്തി ഉടുത്തിരിക്കുന്ന സാരി ഒന്ന് നോക്ക്. അയ്യോ, എന്നെ ആരെങ്കിലും കണ്ടാലോ? ഏയ്, ആരും കാണാനൊന്നും പോകുന്നില്ല. സ്റ്റെയറിനടുത്ത് എന്റെ പുറകിൽ നിന്ന് നോക്കിയാ മതി. വാ. ശരി. കണ്ടോ കല്യാണി? കണ്ടു വലിയുഞ്ഞെ. എന്നാ അകത്തേക്ക് പൊയ്ക്കോ. ജയന്തി ഉടുത്തിരിക്കുന്ന കളറിലുള്ള സാരി ഉണ്ടോ നിനക്ക്? ആ ഉണ്ട് വലിയുഞ്ഞെ. അതെടുത്തോണ്ട് വാ. ആ, ഇത് തന്നെ. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ പറയാം. ആദ്യം നീ സാരി ഉടുത്ത് ഇറങ്ങാൻ റെഡിയാവ്. ചെല. ശരി. ഒരിക്കലും ഞാൻ തോറ്റു കാണണമെന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം. അത് തന്നെയാ എൻ്റെ ജയം. ജയവും പരാജയവും ഒക്കെ സർവേശ്വരൻ തീരുമാനിക്കട്ടെ. ഈ ഗഗയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ആന്റി. എത്ര നേരമായി നമ്മൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? അവളല്ലേ ഡാൻസ് കളിക്കാൻ പോകുന്നേ, അവക്കറിയാം സമയത്തിന് വരാൻ. ആന്റി, എനിക്കൊരു സംശയം. അതെ ആന്റി, ഈ ഡാൻസ് മത്സരം നടക്കുന്നതിനിടയിലേ വല്ല ലഘുഭക്ഷണം ഉണ്ടാവോ? ഇപ്പൊ അമ്പലപ്പറമ്പിൽ നാടകം കാണാൻ പോകുന്നിടത്ത് വരെ ഒരു കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റെങ്കിലും ഉണ്ട്. നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? ഇല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കയ്യിൽ വെക്കാനല്ലേ ചോദിക്കുന്നത്? എനിക്ക് വിശന്നിരിക്കാനൊന്നും വയ്യ. ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ സ്റ്റെപ്പ് കാണുമ്പോഴേ എനിക്ക് വിശപ്പ് തുടങ്ങും. കല്യാണി, കൊള്ളാം. ഇപ്പൊ കണ്ട ജയന്തിയാണെന്നേ തോന്നുന്നു. ഇനി നീ കുറച്ചേരം ഒളിച്ചിരിക്ക. ഞാനേ ജയന്തി ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. ഇളയമ്മ താഴെ മൊബൈലിൽ കളിച്ച അതേ ഇരിപ്പ. ജയന്തിയെ 2-3 പ്രാവശ്യം ഇളയമ്മയുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തും ഞാൻ. ഇത് കാണുന്ന ഇളയമ്മ ജയന്തിയുടെ ഡ്രസ്സിൽ ഇറങ്ങിപ്പോകുന്ന നിന്നെ ജയന്തിയാണെന്ന് കരുതി കൂടുതൽ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ നിനക്കത് ഉപകരിക്കും. ഞാൻ വിളിക്കുന്നവരെ നീ മറിഞ്ഞിരിക്കണം. ഓക്കെ? ശരി വലിയുഞ്ഞെ. എന്നാ വാ പോവാം.
ജയന്തി, ആനന്ദേട്ടാ, ഒന്ന് മുകളിലേക്ക് വരുമോ? ദേ വരുന്നു ആനന്ദേട്ടാ. ആനന്ദ് എന്തിനാ ജയന്തിയെ വിളിക്കുന്നത്? ഇത് പതിവില്ലാത്തൊരു വിളിയാണല്ലോ. ആനന്ദേട്ടാ, എന്തിനാ വിളിച്ചേ? അത് എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം. അതിനെന്താ ആനന്ദേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ആ. ഓ, എനിക്ക് സന്തോഷമായി. ഇപ്പോഴെങ്കിലും എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ തോന്നിയല്ലോ. താങ്ക്സ് ആനന്ദേട്ടാ, താങ്ക്സ്. ജയന്തി, ഇങ്ങ് വന്നേ. തുള്ളി കുതിച്ചത് എങ്ങോട്ടാ? ആനന്ദേട്ടനെ കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അയ്യോ, ആനന്ദേട്ടാ, ആ, ചൂടുവെള്ളം റെഡി. ദാ. താങ്ക്സ്. എന്തിനാ ആനന്ദേട്ടൻ നമ്മൾ തമ്മിൽ താങ്ക്സ് ഒക്കെ? ആനന്ദേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആനന്ദേട്ടൻ ഇനി എന്ത് വേണമെന്ന് പറ, ഞാൻ ചെയ്യാം. എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട്. അത് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയത്. അതിനെന്താ, ദേ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എന്റെ കൈ കൊണ്ടുണ്ടാക്കി തന്നെ കൊണ്ടുവരാം, പോരെ? അയ്യോ, സുജാതേ, സുജാതേ. മാഡം, ആ, പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവാ, വേഗം വേണം. ചായ റെഡിയാണ് മാഡം. ആ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ ആയിരിക്കണം. പൊക്കോ. മാഡം, ചായ. ആ ട്രേയോട് കൂടി തന്നേക്ക്. നീ പൊക്കോ. ശരി മാഡം. ആനന്ദേട്ടാ, ചായ. ആ, ആനന്ദേട്ടന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചായ. എങ്ങനെയുണ്ട്? സൂപ്പർ ജയന്തി, താങ്ക്സ്. ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യോ? എന്ത് ചോദ്യം ആനന്ദേട്ടാ? ദേ,
ഞാൻ ആനന്ദേട്ടന് വേണ്ടി എന്തും ചെയ്യും. വേണ്ടി വന്നാ ഈ ജീവൻ വരെ ഞാൻ തരും. ആ ദാ ഈ ലാപ്ടോപ്പ് അരവിന്ദിന്റെ റൂമിൽ കൊണ്ടുവച്ചേക്ക്. ഇതിന്റെ ചാർജ് തീർന്നിരിക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കുത്തിയിട്ടേക്ക്. ശരി. കല്യാണി ഇറങ്ങി വാ. ദേ ജയന്തി ചായ കൊണ്ടുവന്ന് ആ ട്രേയും എടുത്ത് വെളിയിൽ ഇറങ്ങിക്കോ. അമ്മയാണെങ്കിൽ മുഖവും മറച്ചോ. വെളിയിൽ കിടക്കുന്ന ഗ്രേ കളർ ഇന്നോവ കാറിൽ കയറിയിരിക്കുക. ഞാൻ വരാം. ശരി വലിയ വാ. ജയന്തി, പോയി ദാസേട്ടനോട് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഇവളിതെവിടെ പോയി? ആ ദാസേട്ടാ നിന്നെ. അതെ, അല്ല ജയന്തി മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇല്ല മാഡം. കുറച്ച് മുല്ലപ്പൂ വേണമായിരുന്നു. ഗംഗയ്ക്ക് നൃത്തത്തിന് ചൂടാനുള്ളതാ. വാങ്ങാം മാഡം. ദേ ഇപ്പൊ വേണം. ആദ്യം അത് വാങ്ങി തന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ശരി മാഡം, ഞാനിപ്പോ തന്നെ വാങ്ങാം.
അല്ല നീ ഇപ്പോ എന്തു പറ്റി ആന്റി? അല്ല നീ നേരത്തെ പുറത്തേക്ക് പോയില്ലേ? നേരത്തെ പുറത്തേക്ക് പോയിരുന്നോ? ആന്റി ഞാനിപ്പോ അരവിന്ദേട്ടന്റെ റൂമിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് വന്നതേ ഉള്ളൂ. ഏ? അല്ല ഏ? ജയന്തി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും സ്റ്റെയർ ഇറങ്ങി വന്നത്? ആന്റിക്ക് എന്ത് പറ്റി? അല്ല നീ ഇപ്പൊ ദാസേട്ടനോട് മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? മുല്ലപ്പൂവോ? അതിന് മുല്ലപ്പൂവിന്റെ കാര്യമൊന്നും ആന്റി എന്നോട് പറഞ്ഞില്ലല്ലോ. ഇവർക്ക് വട്ടായോ? ഈ കുതന്ത്രങ്ങളെല്ലാം തലയിൽ കയറിയിരുന്ന് തലച്ചോറ് ബ്ലോക്കായി. ഹലോ അരവിന്ദ്. ആ ബ്രോ, എന്തായി? കല്യാണി റൂമിൽ നിന്ന് പുറത്തിറക്കിയോ? ചെവിക്ക് ചെവി അറിയാതെ കല്യാണിയെ സേഫ് ആയിട്ട് പുറത്തിറക്കി. ഇപ്പൊ കല്യാണി പുറത്ത് കാറിലിരിക്കുക. സൂപ്പർ ബ്രോ. അപ്പൊ കല്യാണിയും കുട്ടി വേഗം വന്നേക്ക്, ഞാൻ ഓഡിറ്റോറിയത്തിലുണ്ടാവും. അപ്പൊ ശരി, ഓഡിറ്റോറിയത്തിൽ കാണാം. ശരി ശരി ശരി, ഓക്കെ. ഹായ് ആന. ആന്റി, ഈ ആന എപ്പോഴാ കൊണ്ടുവന്നേ? അതോ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിനക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന്? അതിനുവേണ്ടി ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാ ഇതിന്. ആന മാത്രമല്ല, അമ്പാരിയുണ്ട്. ദേ നോക്ക്. അല്ല ആനന്ദിന്റെ ആ കാർ എവിടെ പോയി? എന്തു പറ്റി ആനന്ദേ? അല്ല, നീ എന്താ തെരയുന്നേ? ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാർ എവിടെ പോയി? ആ അതാണോ? അത് ദാസേട്ടൻ കൊണ്ടുപോയി. ചതിച്ചല്ലോ ദൈവമേ. അതിനുള്ളിൽ വെച്ച് കല്യാണിയെ ദാസേട്ടൻ കണ്ട അതോടെ തീർന്നു എല്ലാം. ദാസേട്ടൻ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇങ്ങ് വരും. അല്ല നീ എന്താ ആലോചിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഒന്നുമില്ല. വലിയ കുഞ്ഞാണല്ലോ. ഹലോ വലിയ കുഞ്ഞെ. ദാസേട്ടാ, ദാസേട്ടൻ എവിടെയാ? കുഞ്ഞെ പൂക്കട വരെ ഒന്ന് പോവാ. കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ വിലാസിന് മേഡം പറഞ്ഞിരുന്നു. ദാസേട്ടാ, എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു. അതിനെന്താ കുഞ്ഞെ, ഞാൻ പൂവും വാങ്ങി ഇപ്പൊ വരാം. ഒരു 10 മിനിറ്റ്. ശരി, വേഗം ആവട്ടെ. ഏതായാലും ദാസേട്ടൻ കല്യാണിയെ കണ്ടിട്ടില്ലെന്ന് സംസാരത്തിൽ നിന്നറിയാം. കല്യാണി ഏ